നിങ്ങൾ കേട്ടില്ലേ, ഒരു മലയാളിയായ ഒരു നാടിൻ്റെ പൗരൻ ആത്മാർത്ഥമായിട്ട് പറയുന്ന ചില വാക്കുകളും സംസാരങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുകയാണ്, പുറത്ത് ചാടുകയാണ്. കേട്ടില്ലേ? കേട്ടു നോക്ക്. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. തോള ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. അപ്പൂപ്പൻ പറഞ്ഞു നിർത്തി. ഇംഗ്ലീഷിലാണ് നിർത്തിയത്. എൻ്റെ അപ്പൂപ്പ, നിങ്ങൾക്കൊക്കെ പ്രായമായത് നന്നായി. ഈ പ്രായം, ഇത്രയും പ്രായമാവുന്നത് വരെ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അല്ല, നിങ്ങൾക്കൊക്കെ പരസ്യമായിട്ട് ഇങ്ങനെ വിളിച്ച് പറയാലോ, ആൾക്കാരെ കൊല്ലാന്നും കുത്താന്നും വെടിവെക്കാന്നൊക്കെ പറയാലോ. ഇന്ത്യയുടെ വെടിവെപ്പ് വീരനായിരുന്നു എന്ന് വിചാരിക്കാം. വെടിവെപ്പ് വീരൻ ഇപ്പൊ ഉണ്ടല്ലാതിരിക്കുക. എന്തിനാണ് വെറുതെ? വല്ല കാര്യമുണ്ടാ? ഒരാവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാന്നെ. ജനങ്ങളെ വെറുപ്പ് സമ്പാദിക്കാൻ വേണ്ടി എന്തിനാണ് വെറുതെ? എന്താണ് ആവശ്യം? ഇതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ട് എന്ത് പ്രയോജനമാണ്? നമ്മുടെ മക്കളാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ്. അവരെയാണോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിത്രീകരിക്കുന്നത്? വളരെ മോശം കേട്ടോ, വളരെ മോശം. ഒരു മനുഷ്യന് ഇത്രയും മതപ്പതിക്കരുത്.